വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: തങ്ങളെ ആര് സ്മരിക്കുന്നതിനു വേണ്ടിയാണ് അവർ ഉച്ചഘോഷം മുഴക്കിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അത്യുന്നതൻ. ക്വസ്റ്റ്യൻ നമ്പർ 2: എഫ്രൈംകാരോട് എതിർത്ത് ഗിലെയാദുകാർ എന്തിൻ്റെ കടവുകൾ പിടിച്ചെടുത്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജോർദാന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 3: അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഗലീല മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇളക്കി വിടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4: ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ ഡാഷ് മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 16 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സന്നിഹിതരായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5: നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും എന്താണ് നിങ്ങളുടെ വിധി? പ്രഭാഷകൻ 41:9 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശാപമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6: ആർക്ക് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിന്. ക്വസ്റ്റ്യൻ നമ്പർ 7: മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും ഡാഷ് ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വസ്ത്രവും. ക്വസ്റ്റ്യൻ നമ്പർ 8: ജോഷുവ അത്യുന്നതനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്തയച്ചാണ് അവന് ഉത്തരമരുളിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശക്തമായ കന്മഴ. ക്വസ്റ്റ്യൻ നമ്പർ 9: ആരുടെ കാലത്ത് 20 വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫിലിസ്ത്യരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 10: ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 3000. ക്വസ്റ്റ്യൻ നമ്പർ 11: ശിരസായ ക്രിസ്തുവിലേക്ക് നാം വളരേണ്ടത് എങ്ങനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 12: നിങ്ങൾ ഡാഷ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പ്രഭാഷകൻ 41 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശാപത്തിലേക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13: ലൂക്ക 18 എത്ര ശീർഷകങ്ങൾ ഉണ്ട്? ശരിയായ ഉത്തരം
ഓപ്ഷൻ എ 6. ക്വസ്റ്റ്യൻ നമ്പർ 14. ആരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്നേഹിതന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 15. അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ ഡാഷ് കണ്ടെത്തുമോ? ലൂക്ക 18:8 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന് മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരെ എവിടെ ഏൽപ്പിച്ചു? ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കൈകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 17. അവർ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു, ഞാൻ അവൻ്റെ പുരോഹിതനാണ്, ആര് ആരോട് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യുവലേവ്യർ ദേശം നിരീക്ഷിക്കാൻ അയച്ച 5 പേരോട് പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 18. അക്കാലത്താണ് അമ്മോന്യർ ഇസ്രായേലിനെതിരെ എന്തിനു വന്നത്? ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യുദ്ധത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 19. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ എവിടെ അടക്കപ്പെട്ടു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗിലെയാദിൽ. ക്വസ്റ്റ്യൻ നമ്പർ 20. കാഴ്ച കാണാൻ കൂടിയിരുന്ന ആരാണ് ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചു പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജനക്കൂട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 21. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും ഡാഷ് പിന്നാലെ പോയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശുവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 22. നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക, അല്ലെങ്കിൽ എന്തു ചെയ്യുമെന്നാണ് തിമ്നായിലുള്ളവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടെരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 23. ആരുടെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും? ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 24. മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി എന്തിന് തീ വെച്ചു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പട്ടണങ്ങൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇസ്രായേലിൽ ഡാഷ് ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബെത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രാജവാഴ്ച. ക്വസ്റ്റ്യൻ നമ്പർ 26. മോശയുടെ ആരായ ഗർഷോമിൻ്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുത്രനായ. ക്വസ്റ്റ്യൻ നമ്പർ 27. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും, അവരുടെ പിൻതലമുറ എന്തിന് പാത്രമാകും? പ്രഭാഷകൻ 41 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിത്യനിന്ദയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 28. അവനോടുകൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി. ആ അവന് പുത്രനെ പോലെയായിരുന്നു. പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ യുവാവ്. ക്വസ്റ്റ്യൻ നമ്പർ 29. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും എവിടെ കഴിഞ്ഞുകൂടി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 30. ശിശുക്കളെ ആശീർവദിക്കുന്നു. വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ലൂക്ക 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 31. സൽകീർത്തി എത്ര സ്വർണ്ണ നിക്ഷേപത്തെക്കാൾ അക്ഷയമാണെന്നാണ് പ്രവാചകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1000. ക്വസ്റ്റ്യൻ നമ്പർ 32. അവർ സ്വരമുയർത്തി യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 10 കുഷ്ഠരോഗികൾ. ക്വസ്റ്റ്യൻ നമ്പർ 33. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മൃതർ. ക്വസ്റ്റ്യൻ നമ്പർ 34. ഏതു ഗോത്രക്കാർ ഗിബെയായിൽ നിന്നും വന്ന 20,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി? ന്യായാധിപന്മാർ 20-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 35. അവൻ പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് ഡാഷ് അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ യേശുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 36. എവിടെ കർത്താവിന് മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു? ന്യായാധിപന്മാർ 21-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മിസ്പായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 37. തിബ്നായിൽ സാംസനെ കണ്ടപ്പോൾ അവിടുത്തുകാർ എത്ര പേരെ അവന് തോഴരായി കൊടുത്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 30. ക്വസ്റ്റ്യൻ നമ്പർ 38. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ആര് ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഒരു ന്യായാധിപൻ. ക്വസ്റ്റ്യൻ നമ്പർ 39. സാംസൺ എവിടേക്ക് പോയി? അവിടെ വെച്ച് ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടു. ന്യായാധിപന്മാർ 14-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തിമ്നായിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 40. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ഡാഷ് കൊടുക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദശാംശം. ക്വസ്റ്റ്യൻ നമ്പർ 41. ഡാഷ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 42. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെയോ ഡാഷ് ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മാനിക്കുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 43. എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന എങ്ങനെയുള്ള ദൈവത്തെ വാഴ്ത്തുക എന്നാണ് പ്രവാചകൻ ഉപദേശിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സകലത്തിൻ്റെയും. ക്വസ്റ്റ്യൻ നമ്പർ 44. പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജെറമിയ. ക്വസ്റ്റ്യൻ നമ്പർ 45.
നമ്മുടെ കർത്താവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സമാധാനവും. ക്വസ്റ്റ്യൻ നമ്പർ 46. ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ആരോടാണ് പ്രവാചകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കുഞ്ഞുങ്ങളോട്. ക്വസ്റ്റ്യൻ നമ്പർ 47. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്തിനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കഴുതക്കുട്ടിയെ. ക്വസ്റ്റ്യൻ നമ്പർ 48. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ എന്തിനും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ പിതൃത്വങ്ങൾക്കും. ക്വസ്റ്റ്യൻ നമ്പർ 49. ന്യായാധിപനും വിധവയും വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ലൂക്ക 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 50. ജോസിയായുടെ സ്മരണ നാവിനെ എന്തുപോലെയാണെന്നാണ് പ്രവാചകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തേൻ. ക്വസ്റ്റ്യൻ നമ്പർ 51. മോശയുടെ പുത്രനായ ഗർശോമിന്റെ പുത്രൻ ഡാഷ് പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു. ന്യായാധിപന്മാർ 18-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജോനാഥാനും. ക്വസ്റ്റ്യൻ നമ്പർ 52. അവൻ ഇത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള എന്ത് തുടർന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ യാത്ര. ക്വസ്റ്റ്യൻ നമ്പർ 53. അനന്തരം അവരുടെ സംഘം ഒന്നായി എഴുന്നേറ്റ് അവനെ ആരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പീലാത്തോസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 54. പങ്കാളിയും സഹയാത്രികനുമായി എന്ത് തീർക്കുക? പ്രവാചകൻ 42-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കണക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 55. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ധനികനുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 56. യേശു ദിവസവും ദേവാലയത്തിൽ എന്ത് ചെയ്തിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പഠിപ്പിച്ചിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 57. അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് എന്നാണ് പ്രഘോഷിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഉദിച്ചുയരുന്ന സൂര്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 58. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് ഡാഷ് ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കണ്ണുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 59. നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് എന്ത് നോട്ടമില്ലെന്നും അറിയുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മുഖം. ക്വസ്റ്റ്യൻ നമ്പർ 60. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ എന്തിനെയാണ് കർത്താവ് സൃഷ്ടിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ചന്ദ്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 61. 600 പേർ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി. എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 20-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ രക്ഷപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 62. ന്യായാധിപന്മാർ 11:6 അമ്മോന്യരിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ യഹോവ ഉയർത്തിയ ന്യായാധിപൻ ആരായിരുന്നു?
ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 63. അത്യുന്നതൻ ഇച്ഛിക്കുമ്പോൾ എന്താണ് വീശുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തെക്കൻ കാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 64. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം എന്തായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പട്ടണമായ. ക്വസ്റ്റ്യൻ നമ്പർ 65. നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ കർത്താവിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 66. സാംസൺ ഡാഷ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗോതമ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 67. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ ഡാഷ് ചെയ്യുന്നവനോട് അവൻ ഈ ഉപമ പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പുച്ഛിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 68. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ഡാഷ് മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആശ്രയിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 69. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അസഹ്യപ്പെടുത്തും. ക്വസ്റ്റ്യൻ നമ്പർ 70. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ ആര് നിങ്ങളെ സംരക്ഷിക്കും? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 71. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ ആരുടെ പേര് പോലും മാഞ്ഞുപോയി? പ്രവാചകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പാപികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 72. നീ ഗർഭം ധരിച്ച് ഒരു ഡാഷ് പ്രസവിക്കും, അവൻ്റെ തലയിൽ ശൗര്യക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് ആശീർവാദക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പുത്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 73. എഫ്രായിംകാർ യുദ്ധത്തിനൊരുങ്ങി, അവർ എവിടേക്ക് ചെന്നു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സഫോണിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 74. എന്താവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. പ്രവാചകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പരദൂഷണം. ക്വസ്റ്റ്യൻ നമ്പർ 75. അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ഡാഷ്? പ്രവാചകൻ 42 22 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദീപ്തമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 76. മിക്ക ലേവ്യനെ ആരായി അവരോധിച്ചു? അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പുരോഹിതനായി. ക്വസ്റ്റ്യൻ നമ്പർ 77. കുറെ നാൾ കഴിഞ്ഞു സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ആരെ സന്ദർശിക്കാൻ ചെന്നു? ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഭാര്യയെ. ക്വസ്റ്റ്യൻ നമ്പർ 78. അവിടുത്തെ എന്തിൻ്റെ സമൃദ്ധിക്കൊത്താണ് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കൃപ. ക്വസ്റ്റ്യൻ നമ്പർ 79. യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ആരൊരിക്കൽ കൂടി അവനോട് സംസാരിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പീലാത്തോസ്. ക്വസ്റ്റ്യൻ നമ്പർ 80. സാംസൺ പോയി എത്ര കുറുനരികളെ പിടിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 300. ക്വസ്റ്റ്യൻ നമ്പർ 81. ആരുടെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണ് എന്നാണ് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അത്യുന്നതൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 82. അവർ യേശുവിനെ പിടിച്ച് പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആരാണ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പത്രോസ്. ക്വസ്റ്റ്യൻ നമ്പർ 83. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിലാണ് അവിടുന്ന് വെച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി യാക്കോബിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 84. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് എന്താണ് പ്രദാനം ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 85. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും, അവരുടെ ഡാഷ് നിത്യനിന്ദയ്ക്ക് പാത്രമാകും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പിൻതലമുറ. ക്വസ്റ്റ്യൻ നമ്പർ 86. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന് മുൻപിൽ തിന്മ ചെയ്തതിനാൽ എത്ര വർഷത്തേക്ക് അവരെ ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 40 വർഷത്തേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 87. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ എന്ത് ചെയ്യും? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സംരക്ഷിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 88. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ആരെയാണ് കർത്താവ് ഉയർത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മോശ. ക്വസ്റ്റ്യൻ നമ്പർ 89. യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ആരെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശിശുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 90. പൂർവപിതാക്കന്മാരുടെ എന്താണ് അവരുടെ പിൻഗാമികളിൽ നിലനിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഐശ്വര്യം. ക്വസ്റ്റ്യൻ നമ്പർ 91. ആരെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ യേശുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ബേത്ലഹേമിൽ നിന്ന് ഒരു ലേവ്യൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് മിക്കായുടെ ഭവനത്തിൽ എത്തി. മിക്ക ആ യുവാവിനോട് എന്തു ചോദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നീ എവിടെ നിന്ന് വരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 93. ഡാഷ് നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത, സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രവാചകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 94. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇരുത്തി. ക്വസ്റ്റ്യൻ നമ്പർ 95. തിമ്നായിൽ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു ഡാഷ് സാംസന്റെ നേരെ അലറി വന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സിംഹക്കുട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 96. അവിശ്വസ്തയായ ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നതും നന്ന്, അനേകരുള്ളിടത്ത് ഡാഷ് പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സാധനങ്ങൾ.
ക്വസ്റ്റ്യൻ നമ്പർ 97. മനുഷ്യനു വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ എപ്രകാരം ശുശ്രൂഷ ചെയ്യണം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സന്മനസ്സോടെ. ക്വസ്റ്റ്യൻ നമ്പർ 98. മനോവ ഭാര്യയോട് പറഞ്ഞു, ഡാഷ് കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 99. ലേവി ഗോത്രജൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അഹറോൻ. ക്വസ്റ്റ്യൻ നമ്പർ 100. കർത്താവിന് മുൻപിൽ ഡാഷ് ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി. ന്യായാധിപന്മാർ 21 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമ്മേളിക്കാത്ത. നന്ദി. ഇന്നത്തെ പഠനഭാഗത്തിലെ പോലെ 100 ചോദ്യങ്ങളുടെ ആയിരക്കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ വചനമായ ലോഗോസ് ക്ലബ് അംഗത്വമുള്ളവർക്ക് ലോഗോസ് ക്ലബിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടാതെ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്ക് സെറ്റ് ചോദ്യോത്തരങ്ങൾ ചെയ്തു പഠിക്കുവാൻ ലോഗോസ് ക്ലബിൽ അംഗത്വം സഹായിക്കുന്നു. ഇപ്രകാരം വചനവയൽ ആപ്പിൽ മാസ, വാർഷിക, ലൈഫ് അംഗത്വം എടുത്ത് എക്കാലത്തെയും ലോഗോസ് ക്വിസിന് ഒരുങ്ങുവാൻ അസുലഭമായ സന്ദർഭം. ഏവർക്കും വചനവയൽ ആപ്പിലേക്ക് സ്വാഗതം.